അൽഹംദുലില്ലാഹ് ഹംദൻ കഥീറൻ ത്വയ്യിബൻ മുബാറകൻ വബഅദ്. ഏറ്റവും ആദരണീയനായിട്ടുള്ള ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ചെയർമാൻ ഹുസൈൻ കാവന്നൂർ സാഹിബ്, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ച ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട നാസർ മാസ്റ്റർ ബാലുശ്ശേരി, അതേപോലെ ഈ ഉദ്ഘാടന ചടങ്ങിന് സ്വാഗത ഭാഷണം നിർവഹിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി റഷീദ് മാസ്റ്റർ കാരപ്പുറം, നമ്മോട് ഈ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ അബ്ദുൽ ഹമീദ് പറപ്പൂർ, മുഹമ്മദ് ബിൻ അലവി, ഉസ്മാൻ പാലക്കാഴി അടക്കമുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ അനുഗമിച്ച് അവരുടെ എസ്കോർട്ടിംഗ് സ്റ്റാഫായി ഇവിടെ എത്തിയിട്ടുള്ള അധ്യാപകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കറിയാം, 2 ദിവസങ്ങളിലായിട്ട് ഇന്നും നാളെയുമായിട്ട് മുക്കം ഗ്രീൻ വാലി ക്യാമ്പസിൽ സംഘടിപ്പിക്കപ്പെടുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സർഗവസന്തം എന്ന പരിപാടിയുടെ ഉദ്ഘാടന സെഷനിലാണ് നമ്മളുള്ളത്. ഇത്തരത്തിലുള്ള ഒരു സർഗാത്മക പരിപാടി നടത്തുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാവുന്ന തിരക്കുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഉത്തരവാദിത്തങ്ങളുമൊക്കെ നമുക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. ഒരു സാങ്കേതികമായിട്ട് സംഘടിപ്പിക്കുന്ന ഉദ്ഘാടന ചടങ്ങ് പലപ്പോഴും നമ്മുടെ പരിപാടികൾക്ക് ഒരു വിഘാതമായി മാറാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പരിപാടിയുടെ പ്രത്യേകത എന്നുള്ളത് കേരളത്തിൽ ഇങ്ങോളമുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മുതൽ ഞാൻ മനസ്സിലാക്കുന്നത് മംഗലാപുരം വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അവരുടെ സർഗാത്മകമായിട്ടുള്ള ശേഷിയെ, കഴിവിനെ ഏറ്റവും ഉദാത്തമായി അവതരിപ്പിക്കാനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ദീർഘിച്ച സംസാരത്തിൽ ഞാൻ മുതിരുന്നില്ല, അതാണ് സൂചിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ രംഗം എന്നുള്ളത് ഏറ്റവും നൂതനമായിട്ടുള്ളൊരു തലത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വലിയ രൂപത്തിലുള്ള പരിവർത്തനത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലും സാഹചര്യത്തിലുമാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിദേശ സർവകലാശാലകളും അതേപോലെ തന്നെ ഓപ്പൺ സർവകലാശാലകളും ഒക്കെ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുമൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ വിദ്യാഭ്യാസ ഭൂപടത്തിലേക്ക് കടന്നു വരികയും നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള 3 വർഷ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊക്കെ വിഭിന്നമായിക്കൊണ്ട് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ ക്യാമ്പസുകൾക്ക് പരിചയപ്പെടുകയും, ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ, ഒരു കോളേജിൽ ഒരു ഡിഗ്രി കോഴ്സിന് ചേർന്നതിൽ, അല്ലെങ്കിൽ ആ കുട്ടി ഇഷ്ടാനുസരണം തിരഞ്ഞെടുത്തതായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർന്നതായിരിക്കാം, ആ വിഷയത്തിൽ മാറ്റം മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിരുന്ന പഴയകാല സാഹചര്യത്തിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് നമുക്ക് മേജറായിട്ടൊരു വിഷയം ലഭ്യമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ മൈനറായിട്ട് ഒട്ടനവധി വിഷയങ്ങളെ തിരഞ്ഞെടുക്കാനും, ആ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് മൈനർ സബ്ജക്റ്റിനെ മേജർ സബ്ജക്റ്റായിട്ട് സ്വിച്ച് ചെയ്യാനും, അതേപോലെ നമ്മുടെ ക്യാമ്പസുകൾ നമുക്ക് മാറി ഒരു വർഷം ഒരു ക്യാമ്പസിൽ പഠിച്ചതിന് ശേഷം തൊട്ടടുത്ത വർഷം നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ക്യാമ്പസിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും, മാത്രമല്ല യൂണിവേഴ്സിറ്റികൾ വരെ നമുക്ക് അടുത്ത സെമസ്റ്ററുകൾ മാറാൻ പറ്റുന്ന രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ സംസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കറിയാം, ഈ ഡിജിറ്റലൈസേഷനും അതേപോലെ ഗ്ലോബലൈസേഷനും ഒക്കെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ നമ്മളൊക്കെ, നമ്മുടെ വിദ്യാർത്ഥികളടക്കം ഇന്ന് വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും, നമ്മുടെ വീടുകളിലെ കുഞ്ഞുങ്ങൾ വരെ. അത്രമാത്രം ആഗോളീകരണം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. നമുക്കറിയാം, AI ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവം എന്നുള്ളത്, പുതിയ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവം എന്നുള്ളത് ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിച്ചു തന്നു ഉണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും AIയുടെ കടന്നുവരവ് ഉണ്ടാക്കിയിട്ടുള്ള ആദി എന്നുള്ളത് പല രംഗത്തും നമുക്കറിയാം. മെഡിക്കൽ രംഗത്തടക്കം മെഡിക്കൽ രംഗത്തടക്കം നമുക്ക് ഈ വലിയ രൂപത്തിലുള്ള AIയുടെ കടന്നുവരവ് എൻ്റെ സാധ്യതകൾ, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളും അത് ഉയർത്തുന്ന വെല്ലുവിളികളും നമുക്കറിയാം. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇത്രമാത്രം വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു വിസ്ഫോടനം, ഒരു വലിയ രൂപത്തിലുള്ള വിപ്ലവം തീർത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സർഗവസന്തം എന്ന പേരിൽ ഇട്ടുകൊണ്ട് ഒരു നമ്മുടെ വിദ്യാർത്ഥികളുടെ സർഗശേഷിയെ, സർഗവൈഭവങ്ങളെ പ്രസൻറ്റ് ചെയ്യാൻ, അവർക്ക് അവതരിപ്പിക്കാനുള്ള ഒരു വേദി നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, സർഗാത്മകത എന്ന് നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിലും അതേപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടന ഭാഷണത്തിലൊക്കെ സൂചിപ്പിച്ചു. സർഗവസന്തം നമ്മുടെ സർഗാത്മകത എന്നുള്ളത് നമ്മുടെ
ഇൻബോണ്ടായിട്ടുള്ള നമ്മുടെ ശേഷിയെ, നമ്മുടെ കഴിവുകളെ ഏറ്റവും സാർത്ഥകമായ രൂപത്തിൽ അതിനെ അവതരിപ്പിക്കാനുള്ള ഒരു തലമാണ്, അല്ലെങ്കിൽ നമ്മുടെ ശേഷിയാണ് ശരിക്കും സർഗാത്മകത എന്ന് പറയുന്നത്. അതിനുള്ള അവസരങ്ങൾ ഒരുക്കിയാണ് ഇത്തരത്തിലുള്ള വേദികൾ ചെയ്യുന്നത്. നമുക്കറിയാം, നല്ലൊരു ഡോക്ടർ ആവണമെങ്കിൽ നന്നായിട്ട് സർഗാത്മകതയുള്ള അല്ലെങ്കിൽ നല്ലൊരു സർഗശേഷിയുള്ള ഒരു വ്യക്തിത്വത്തിന് മാത്രമേ നല്ലൊരു ഫിസിഷ്യനായി മാറാൻ സാധിക്കൂ. ഒരു എഞ്ചിനീയർ ആവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരുവിരുത്, അദ്ദേഹത്തിൻ്റെ കരശേഷി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശേഷി എന്നുള്ളത് ഏറ്റവും സർഗാത്മകമായിരിക്കണം എന്നുള്ളത്. നല്ലൊരു ടീച്ചർ, നല്ലൊരു പ്രഭാഷകൻ അല്ലെങ്കിൽ നല്ലൊരു പാട്ടുകാരന് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു ടീച്ചറായി അല്ലെങ്കിൽ നല്ലൊരു ട്യൂട്ടറായി മാറാൻ സാധിക്കുകയുള്ളൂ. അതിനൊക്കെ ഉതകുന്ന തരത്തിലുള്ള നമ്മുടെ ശേഷിയെ, നമ്മുടെ നൈപുണിയെ നമുക്ക് കണ്ടെത്താനും അതിനെ അവതരിപ്പിക്കാനുള്ള വേദികളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വേദികൾ ചെയ്യുന്നത്. ഈ 2 ദിവസങ്ങളിൽ നമുക്കറിയാം, വ്യത്യസ്ത മേഖലകളിലുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള നമ്മുടെ യൂണിറ്റ് തലങ്ങളിൽ നിന്ന് മത്സരങ്ങൾ നടത്തി പിന്നീട് കോംപ്ലക്സ് തലങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മണ്ഡലം തലങ്ങളിലോ ഉള്ള എലിമിനേഷൻ റൗണ്ടുകൾ പൂർത്തീകരിച്ച് ജില്ലാ തലങ്ങളിലെ മത്സരങ്ങൾ പൂർത്തീകരിച്ച് സംസ്ഥാന തലത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഏറ്റവും പ്രതിഭകളായിട്ടുള്ള കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. നാളെയിൽ ഈ ഒരു വേദിയിൽ മാറ്റുരക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാം ഈ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, നമ്മുടെ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ പ്രതിഭാശാലികളായി വളർന്നു വേണ്ട വിദ്യാർത്ഥികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാൻ ദീർഘ സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും ഈ ഒരു ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും എല്ലാവിധ ആശംസകളും അർപ്പിക്കാനാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കറിയാം, സർഗാത്മകതയെ വലിയ രൂപത്തിൽ ചില കോപ്രായങ്ങളാക്കി കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന ഒരു സർഗാത്മകയുടെ മറ്റൊരു തലം നമ്മുടെ പുതുതലമുറ പരിചയിച്ചു വരുന്ന അല്ലെങ്കിൽ അവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും ഭാവനാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സർഗശേഷിയെ മാത്രം അവതരിപ്പിക്കാനുള്ള ഒരു വേദി ഇവിടെ ഒരുക്കി കൊടുക്കുന്നത്. പലപ്പോഴും സർഗാത്മകത എന്നുള്ളത് ചിലപ്പോൾ ചില കാട്ടിക്കൂട്ടുകൾക്ക് അപ്പുറത്തേക്ക് നമുക്കറിയാം, നമ്മുടെ സർഗാത്മകതയിൽ ചിലപ്പോൾ നമുക്ക് അനുവദനീയമായിട്ടും അനുവദനീയമല്ലാത്ത തലങ്ങളൊക്കെ ഉണ്ടാവും. ഏറ്റവും നമുക്ക് നമ്മുടെ സർഗശേഷിയെ മികവുറ്റതാക്കാനുടങ്ങുന്ന നമുക്ക് അനുവദനീയമായിട്ടുള്ള മത്സര ഇനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ നമ്മുടെ പ്രതിഭ തെളിയിക്കാനുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചെയ്യുന്നത്. ഈ ഒരു ചടങ്ങിന്, ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഭാവങ്ങളും അർപ്പിക്കുന്നു. ഇവിടെ മാറ്റുരക്കുന്ന പ്രതിഭ ഒരു സർഗവസന്തം പോലെയുള്ള ഒരു വേദിയുടെ പ്രത്യേകത എന്നുള്ളത് ഒരു സർഗാത്മകത പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരു വേദിയുടെ പ്രത്യേകത എന്നുള്ളത് വിജയിച്ചവർ മാത്രം മാർക്ക് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരെ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു വേദിയല്ല, മറിച്ച് മത്സരിക്കുന്ന എല്ലാവരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്ന വേദികളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വേദികൾ. സാങ്കേതികമായിട്ട് ചിലർക്ക് 1-2 സ്ഥാനങ്ങൾ ലഭ്യമായേക്കാം, പക്ഷേ മറ്റുള്ളവർ മത്സരിക്കാനുള്ളത് കൊണ്ടാണ് ആ 1-2 സ്ഥാനക്കാർ ഉണ്ടായിത്തീരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ മത്സരത്തിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു മത്സര ഇനങ്ങൾ ഈ 2 ദിവസം ഈ ഗ്രീൻ വാലി ക്യാമ്പസ് സാക്ഷ്യം വഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ നന്ദി. അസ്സലാമു അലൈക്കും.